ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വ്ലോഗ് ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ വിഷു കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം, അതായത് ഒരു സൺഡേ ആയിരുന്നു, 15th ഏപ്രിൽ. അപ്പോൾ അന്ന് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്ലാൻ ചെയ്ത് അത്രയും സ്ഥലങ്ങളിലൊന്നും പോകണമെന്ന് വിചാരിച്ച് പോയൊരു ട്രിപ്പല്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകാൻ പ്ലാൻ ഇട്ട സ്ഥലം എന്ന് പറയുന്നത് ഇരിങ്ങോൾക്കാവായിരുന്നു. അപ്പോൾ അത് കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ച് പോകണമെന്ന് വിചാരിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ എൻ്റെ വീട്ടിലായിരുന്നു. അന്ന് രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റു. ഞാനും ചേട്ടനും അതേപോലെ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്, അപ്പു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. അപ്പോൾ അങ്ങനെ രാവിലെ 4 മണിയൊക്കെ ആയപ്പം എഴുന്നേറ്റു. പിന്നെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഏകദേശം ഒരു 5:15 ആയി. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തതും. അപ്പോൾ ഈ ഇരിങ്ങോൾക്കാവ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വനക്ഷേത്രമാണ്. പ്രോപ്പർ പെരുമ്പാവൂരല്ല, പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ടോട്ടൽ അങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 50 കിലോമീറ്ററാണ്. അതായത് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം കുറച്ച് നേരത്തെ ഇറങ്ങുവാണെങ്കിൽ ഒരു 6:30-7 മണി ആ ഒരു സമയത്തിനുള്ളിലായിരിക്കും അവിടെ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ചോറ്റാനിക്കര ക്ഷേത്രമുള്ളത്. അവിടെ കയറാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇറങ്ങി ഒന്ന് നേർച്ചയിട്ടിട്ട് പോകുവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിരുന്നു. പക്ഷേ ചേട്ടനും അപ്പുവും ഒന്നും ചായ കുടിച്ചില്ല. അവർക്ക് രണ്ടുപേർക്കും ചായ അത്ര രാവിലെ വേണമെന്നുള്ളത് അത്ര നിർബന്ധമല്ല. പക്ഷേ എനിക്ക് രാവിലെ ഒരു ചായ കുടിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമ്മൾ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇരിങ്ങോൾക്കാവിനെ പറ്റി എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ വായിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും തിരക്ക് പിടിച്ചോടുന്ന എറണാകുളം നഗരത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഇടതൂർന്ന് വളരുന്ന ഒരു വനവും അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയ ഒരു ക്ഷേത്രവും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കാവിലേക്ക് അടുക്കും തോറും തിരക്ക് പിടിച്ച നഗരത്തിൻ്റെ എല്ലാ കാഴ്ചകളും മെല്ലെ മെല്ലെ മാഞ്ഞു തുടങ്ങും. വാഹനങ്ങളുടെ ഹോണടി മുഴക്കങ്ങൾ, ബഹളങ്ങൾ, വളരെ ധൃതി പിടിച്ചോടുന്ന മനുഷ്യർ എല്ലാം മാഞ്ഞു തുടങ്ങും കാവിലേക്ക് അടുക്കും തോറും. ഇങ്ങനെ കനാലിൻ്റെ സൈഡിലൂടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇരിങ്ങോൾക്കാവിൽ എത്താൻ സാധിക്കും. ഞങ്ങൾ ഏകദേശം ഒരു 6:45 അവിടെ എത്തി. എനിക്ക് തോന്നുന്നു ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഒരു 6 മണി ടു 7 മണി അതിന് ഉള്ളിൽ അവിടെ എത്തുന്നതാണ്. കാരണം ആ സമയത്ത് ഒരു ആംബിയൻസ് വേറെ തന്നെയാണ്. കാവിലേക്കുള്ള ആ ഒരു എൻട്രൻസിൽ തന്നെ കേരള വനം വകുപ്പ് വെച്ച ഒരു ബോർഡൊക്കെ കാണാം. കാവുകൾ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാവിലേക്ക് പ്രധാനമായിട്ടും 3 വഴികളാണുള്ളത്. അതിലെ മെയിൻ എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു ഞങ്ങൾ കയറിയത്. പിന്നെ അതുകൂടാതെ ചെറിയ നടപ്പാതകളും ഒക്കെ ഉണ്ട്. ഏകദേശം 50 ഏക്കറോളം വരുന്ന കാടിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ വിവിധ ഇനം പക്ഷികളും പലതരം ജന്തുക്കളും ഒക്കെ നിറഞ്ഞതാണ് ഈ പ്രദേശം. ശരിക്കും പറഞ്ഞാൽ ഒരു ജൈവ വൈവിധ്യങ്ങളുടെ കലവറ എന്ന് തന്നെ പറയാം. നമ്മൾ ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന വഴികളിലൊക്കെ ഈ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുകൂടാതെ പൂരത്തിന് പിടിയാനകളെ മാത്രം എഴുന്നള്ളിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ദേവി ഇവിടെ 3 രൂപത്തിലായിട്ടാണ് കാണപ്പെടുന്നത്. രാവിലെ സരസ്വതിയായും, ഉച്ചയ്ക്ക് വനദുർഗയായും, രാത്രിയിൽ ഭദ്രകാളി രൂപത്തിൽ. ഈ ഒരു കാവിന് 2700-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ തുടങ്ങിയിട്ട് അത്രയും വർഷങ്ങളായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഐതിഹ്യം കൂടി പറയാം. അതായത് ദ്വാപര യുഗത്തിൽ അസുര രാജാവായ കംസൻ തൻ്റെ സഹോദരിയായ ദേവകിയുടെ 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്നറിഞ്ഞു. അങ്ങനെ ഗർഭിണിയായ ദേവകിയെയും ഭർത്താവിനെയും അദ്ദേഹം കാരാഗൃഹത്തിലടച്ചു. 8ാമത്തെ കുഞ്ഞിനു വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷെ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത്. അപ്പോൾ ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ, അതായത് നമ്മുടെ സാക്ഷാൽ ശ്രീകൃഷ്ണനെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായിട്ട് കൈമാറിയിരുന്നു. എന്നാൽ പെൺകുഞ്ഞാണെന്നുള്ള കാര്യമൊന്നും കംസനെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും തെന്നിമാറി ആകാശത്തേക്കുയർന്ന് ദേവീ ചൈതന്യമുള്ള ഒരു നക്ഷത്രം പോലെ തിളങ്ങി എന്നാണ് പറയപ്പെടുന്നത്. ആ വെളിച്ചം വീണ സ്ഥലത്ത് ദേവി വസിക്കാൻ വന്നു എന്ന വിശ്വാസത്താൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു.
ഈ ഇരുന്നോൾ എന്ന പേരാണ് പിന്നെ കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറിയത്. അപ്പോൾ ഇതാണ് ഈ കാവിൻ്റെ പിന്നിലുള്ള ഐതിഹ്യമെന്ന് പറയപ്പെടുന്നു. മുൻപ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ചുമതല 28 ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു. 1945 അവസാനത്തോടു കൂടി സർ CP രാമസ്വാമി അയ്യരുടെ ഭരണകാലത്താണ് ക്ഷേത്രഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുന്നത്. അങ്ങനെ 1-2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നീട് ഞങ്ങൾ പോയത് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ആന പരിശീലന കേന്ദ്രമായ കോടനാട് അഭയാരണ്യത്തിലേക്കായിരുന്നു. അപ്പോൾ ഈ അഭയാരണ്യത്തിലേക്ക് പോകണമെന്നുള്ള ഡിസിഷൻ എടുത്തുകൊണ്ടല്ലായിരുന്നു ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. അവിടെ ചെന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കാരണം ഈ ഒരു ഇരിങ്ങോൾക്കാവിൽ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 14 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അഭയാരണ്യം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് താലൂക്കിൽ കപ്രിക്കാട് ഗ്രാമത്തിലുള്ള ഒരു മൃഗ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. ആന പരിശീലന കേന്ദ്രം മാത്രമല്ല, മൃഗങ്ങളെയും അവിടെ സംരക്ഷിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ഞങ്ങളിവിടെ കണ്ടത്, നമ്മുടെ വാർത്തകളിലൊക്കെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അരിക്കൊമ്പനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 10 മണിയോടുകൂടി ഇവിടെ എത്തിയിരുന്നു. സൺഡേ ആയതുകൊണ്ടും അതേപോലെ വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. കാറിനൊക്കെ ആണെങ്കിൽ 50 രൂപയാണ്. അതുകൂടാതെ ഇവിടെ എൻട്രി ഫീ കൂടിയുണ്ട്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്കൊക്കെ 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അതേപോലെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശന സമയം. എന്നാൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവധിയായിരിക്കും. അപ്പോൾ എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയ 1-2 ബോർഡുകളുണ്ട്. ഇതൊരു ഇക്കോ ടൂറിസം മേഖലയാണ്. സോ ഇവിടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളെ പറ്റിയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള ഒരു റൂട്ട് മാപ്പും എൻട്രൻസിൻ്റെ ഭാഗത്ത് ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. നമുക്ക് ജസ്റ്റ് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ വഴിയാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കയറുമ്പോൾ തന്നെ ബട്ടർഫ്ലൈ ഗാർഡനാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ നടന്നു പോകുന്ന ആ ഒരു നടപ്പാതയുടെ ഇരുവശങ്ങളിലായും വ്യത്യസ്തമായ ഒരുപാട് ചെടികൾ, അതിൽ കൂടുതലും ഔഷധ സസ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം. പിന്നെ ഇത്രയും ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു മാസം ഏപ്രിൽ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഭയങ്കര ചൂട് കൂടുതലുള്ള സമയമല്ലേ. അപ്പം ഞങ്ങളും അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ വിചാരിച്ചു, അതായത് ഭയങ്കര ചൂടാണല്ലോ, ആ ഒരു സമയമൊക്കെ ആയി തുടങ്ങി 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ ഇതിനുള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഒട്ടും ചൂടും ഫീൽ ചെയ്തില്ല. ഇത്രയും നടക്കുന്നതിൻ്റെ ഒരു മടുപ്പോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ എറണാകുളത്തേക്ക് ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇരിങ്ങോൾക്കാവിൽ വന്നതിന് ശേഷം ഈ കോടനാടേക്ക് വരാം. പിന്നെ അതുകൂടാതെ നമ്മൾ ഇന്ന് പോയിട്ടുള്ള പാനിയേലിപ്പൂര്, ഇതിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറയാം. പിന്നെ അതുകൂടാതെ മഹാഗണിത്തോട്ടം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. നമുക്കൊരു 1 ഡേ ട്രിപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന പ്ലേസസ് ആണ്. അപ്പോൾ അങ്ങനെ കപ്രിക്കാട് മിനി സൂ എന്നെഴുതിയിട്ടുള്ള ഒരു ആർച്ചൊക്കെ ഉണ്ട്. ഇനി ഇത് കടന്ന് മുന്നോട്ട് ചെല്ലുന്ന സമയത്താണ് മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും മ്ലാവുകൾ, പുള്ളിമാനുകൾ അതൊക്കെയാണുള്ളത്. കുട്ടികളെയൊക്കെ ആയിട്ടും ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നത് നല്ലതാണ്. കാരണം ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ നടന്ന് ചെല്ലുമ്പോഴാണ് അതുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു രസമുള്ള ഒരനുഭവമായിരിക്കും ഇവിടെ വരുന്നത്. ഇതിനുള്ളിലൂടെ കുറച്ച് ദൂരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഇനി ഇല്ലെങ്കിലും ഈ പറഞ്ഞ ചിൽഡ്രൻസ് പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ, വെള്ളമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം മുളകളാണ്. പല പ്രദേശത്തും നല്ല തണൽ ലഭിക്കാൻ കാരണം ഇതേപോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇല്ലിമുളകളാണ്. അതുകൂടാതെ ഈ മുളകൾ വെച്ചിട്ട് ഏറുമാടവും ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ എലിഫൻറ്റ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ 4-5 ആനകളായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തുണ്ടായിരുന്നത്. ഓരോ ആനയുടെയും പേരും എത്ര വയസ്സായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഈ പറഞ്ഞ ഇരിപ്പിടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നു വിശ്രമിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബാക്കി വെളിയിലേക്കുള്ള വഴിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നേരെ എക്സിറ്റ് അല്ല, അതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ ചിൽഡ്രൻസ് പാർക്കിലേക്കും അതേപോലെ രക്തചന്ദനക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ രക്തചന്ദന മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോവാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആ ഒരു പാർക്കിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ക്യാമ്പിൽ ഞങ്ങൾ ചെന്ന സമയത്ത് 1-2 ആനകളില്ലായിരുന്നു. അപ്പോൾ അവരെ കുളിപ്പിക്കാനോ മറ്റോ കൊണ്ടുപോയേക്കുമായിരുന്നു. ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് അത് വരുന്നത് കണ്ടു. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പിന്നെ പോയത്. അതിനുശേഷം നമ്മൾ രക്തചന്ദന തോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയത്. അത് ശരിക്കും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കാരണം അതിന് താഴെ കൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അഭയാരണ്യം പെരിയാർ നദിയുടെ തീരത്തുള്ള ഒരു ഇക്കോ ടൂറിസം മേഖലയാണ്. അതുകൂടാതെ ഇവിടെ ഊഞ്ഞാലുകളും അതേപോലെ ഏറുമാടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോഴാണ് ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്. അവിടെ തന്നെ ഒരു ഷോപ്പും ഉണ്ട് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്നും ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാണിയേലി പോരിലേക്കാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും അത്ര പ്ലാൻഡ് സ്ഥലങ്ങളല്ലായിരുന്നു. ഇവിടെ കോടനാട് നിന്ന സമയത്താണ് പാണിയേലിപ്പോര് അവിടെ നിന്ന് അടുത്താണ്, നല്ലൊരു സ്ഥലമാണെന്ന് അറിയുന്നത്. ഞാൻ പക്ഷെ മുമ്പും പാണിയേലിപ്പോരിനെ പറ്റി കേട്ടിട്ടുണ്ട്. കാരണം PG പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ഞങ്ങൾ കാലടിയിലുണ്ടായിരുന്നു. ഞങ്ങൾ 3-4 ഫ്രണ്ട്സ് അവിടെ കാലടി ശ്രീ ശങ്കരയിലായിരുന്നു പ്രോജക്റ്റ് ചെയ്തത്. സോ നമ്മളവിടെ ഒരു 1 മന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് ചെറിയ ചില ട്രിപ്പുകളൊക്കെ നമ്മൾ ഫ്രണ്ട്സ് കൂടി പോകാറുണ്ടായിരുന്നു. അങ്ങനെ മലയാറ്റൂർ, മഹാഗണിത്തോട്ടം, വാഗമണ്ണ് അതൊക്കെ ഞങ്ങൾ കാലടി നിന്ന സമയത്ത് പോയ യാത്രകളാണ്. അപ്പോൾ ഈ പാണിയേലിപ്പോരിൽ പോകണം എന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പാണിയേലിപ്പോരും കൂടി കവർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മളൊക്കെ എപ്പോഴും പറയുമല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്നുള്ളത്. അത് സത്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ PGക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മളവിടെ ചെന്ന് നിന്നു. അപ്പോൾ ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ അതേ വൈബുള്ളവരാണ്. എനിക്ക് ബേസിക്കലി യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ പോകുന്ന പല സ്ഥലങ്ങളിപ്പം മറ്റൊരാൾ കേൾക്കുന്ന സമയത്ത് എന്താണ് അവിടെ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും കാണാനില്ലായിരിക്കും. പക്ഷേ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പോൾ ഇരിങ്ങോൾക്കാവൊക്കെ ആണെങ്കിലും ഒട്ടും യാത്ര എൻജോയ് ചെയ്യാത്ത ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാട്, അതിനുള്ളിലൊരു അമ്പലം, ഇത്രമാത്രം പ്രത്യേകത എന്താണ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. പക്ഷേ അത് ശരിക്കും യാത്രയെ ഇഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കതൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്
യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് യാത്രയോടുള്ള ആ ഒരു ഇൻട്രസ്റ്റാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരിക്കും എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ എന്നേക്കാൾ ഏറെ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോഴും ഭാവിയിൽ ഈ ചില ട്രിപ്പുകൾ നമുക്കിങ്ങനെ പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട്. അതുകൂടാതെ വീട്ടിലായിരുന്ന സമയത്ത് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അപ്പു എൻ്റെ കസിൻ ബ്രദറാണ്. അവനാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ യാത്ര പോകുന്നതിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്. കല്യാണത്തിന് ശേഷം ചേട്ടനാണെങ്കിൽ ഒരുപാട് യാത്രകൾ നടത്തുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അത്തരം മനുഷ്യരുടെ കൂടെയുള്ള യാത്രകളൊക്കെ നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ പാണിയേലിപ്പോരിൽ എത്തിച്ചേർന്നു കേട്ടോ. അവിടെയും എൻട്രി ഫീ ഉണ്ട്. അതേപോലെ അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കയറ്റണമെങ്കിൽ ഒരു സ്റ്റാമ്പ് പതിപ്പിച്ച് മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ആൽക്കഹോള് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അതിന് പിഴയുണ്ടാവുന്നതാണ്. അങ്ങനത്തെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ കുറച്ച് ഒന്ന് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ചെല്ലുന്നത് നമ്മുടെ പെരിയാർ നദിയിലേക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാണിയേലിപ്പോര് അല്ലെങ്കിൽ കോടനാട് അഭയാരണ്യം, ഞാൻ മുമ്പ് പറഞ്ഞ മഹാഗണിത്തോട്ടം, ഇതെല്ലാം പെരിയാറിൻ്റെ ഭാഗങ്ങളാണ്. അല്ലെങ്കിൽ പെരിയാർ നദി ഒഴുകി വരുന്നത് തന്നെയാണ് ഇവിടുത്തെ എല്ലായിടത്തെയും ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്ന് പറയുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെയും നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ എത്തിയ ഒട്ടുമിക്ക മനുഷ്യരും പുഴയിൽ കുളിച്ചും കളിച്ചുമൊക്കെ ആഘോഷിക്കുകയായിരുന്നു. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ലാതെ പോയതുകൊണ്ട് ഡ്രസ്സും ഒന്നും എടുക്കാത്തത് കൊണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അതേപോലെ ഞാനവിടെ ചെന്നപ്പോൾ തൊട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഈ പാണിയേലിപ്പോര് എന്ന പേരിന് പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ നെറ്റിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. അതായത് ഈ പെരിയാർ നദി പാണിയേലി എന്ന സ്ഥലത്തെത്തുന്ന സമയത്ത് പാറക്കൂട്ടങ്ങളിലൊക്കെ വ്യത്യസ്ത വശങ്ങളിലേക്കായി ഒഴുകി പോവുകയാണ്. പിന്നീട് 3ആയി ഒഴുകി വീണ്ടും ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരസ്പരം തമ്മിൽ പോരടിക്കുന്ന വെള്ളത്തിൽ നിന്നാണ് പാണിയേലിപ്പോര് എന്ന പേരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ എത്ര മാത്രം സത്യമാണെന്നൊന്നും അറിയില്ല കേട്ടോ, വായിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ രസകരമാണെങ്കിലും അതിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് പോലും നല്ല ശ്രദ്ധ വേണം. കാരണം ജലം സ്ഥിരമായിട്ട് നിരന്തരം ഒഴുകി പോകുന്ന പാറക്കെട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നല്ല വഴുവഴുപ്പുണ്ട്, തെന്നാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ വലിയ പാറകളിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഗർത്തങ്ങളും കാണാൻ സാധിക്കും. ഇതെല്ലാം അപകടകാരികളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ യാത്ര ആസ്വദിക്കുന്ന സമയത്തും ഒരു ജാഗ്രത വേണം. അത് ഈ ഒരു യാത്രയിലല്ല, എല്ലാ യാത്രയിലും അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളങ്ങനെ 1-2 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് എണീറ്റ് പോരാൻ തോന്നില്ല കേട്ടോ, അത്രയ്ക്കും രസമാണ് നടക്കാനും വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരിക്കാനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ മെയ്യിൽ ഒന്നുകൂടെ അവിടെ ഒന്ന് പോയി എൻജോയ് ചെയ്യാം, അതായത് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് കളിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം മെയ്യിലാണ് എൻ്റെ സിസ്റ്റർ വരുന്നത്. അപ്പോൾ അവളും ലീവിന് വരുന്ന സമയമായതുകൊണ്ട് ആളെയും കൂടെ കൂട്ടി കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ തിരിച്ച് ഇറങ്ങി. അതിനുശേഷം നമ്മളൊരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോയ ഈ ഒരു 3 സ്ഥലത്തെയും പറ്റിയും എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അതേപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോകുന്നത് ശരിക്കും നല്ലതാണ്. നമ്മുടെ യാത്ര നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിൽ ഇവിടെ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ പോവുക. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ദൂരം ഉണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. സോ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.